ഇപ്പോൾ നമ്മൾ +2 സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും സ്റ്റുഡൻസുകളും എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ധാരണ അവർക്ക് അവരുടെ കാര്യത്തിലില്ല. അതായത് +2 കഴിയാനായി, വർഷം അവസാനിക്കാനായി അക്കാദമിക് ഇയർ. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, +2 കഴിഞ്ഞിട്ട് അവരുടെ ഫ്യൂച്ചർ എന്താണ്, അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോഴ്സുകൾ അല്ലെങ്കിൽ അവരെ കോളേജുകൾ തിരഞ്ഞെടുക്കുക എന്നൊക്കെ അവരെ സംബന്ധിച്ച് ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിലൊന്നും കൃത്യമായിട്ടുള്ള അവർക്കുള്ള ഒരു ധാരണ അവരുടെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. പല പാരൻസിനെയും സ്റ്റുഡൻസിനെയും നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന നേരം അവർക്ക് ഇനി +2 കഴിഞ്ഞതിന് ശേഷം എന്തെടുക്കണം അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഇവർക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. അപ്പം നമുക്കത് നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ടൈമിൽ നമ്മൾ എന്താ പറയുക, അവരിൽ അത്യാവശ്യം എഫേർട്ട് എടുക്കണം. നമ്മളിനി ഇവരുടെ ഉള്ളിലത്തെ കഴിവ്, ഇനി ഇവർ എന്ത് കാര്യങ്ങളാണ് ഇവർ മുന്നോട്ട് നോക്കുന്നത്, നമ്മൾ ഏത് കോഴ്സ് പറഞ്ഞു കൊടുത്താൽ ഇനി ഇവർക്ക് മുന്നോട്ട് പോവാം. ഈ പാരൻസിന് അഫോർഡബിൾ ആയ ഒരു ഫീസും കാര്യങ്ങളും വരുന്ന ക്യാമ്പസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ക്യാമ്പസുകളിൽ കുറച്ചും കൂടി ഈ പാരൻസിനും സ്റ്റുഡൻസിനും പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ മെയിൻലി സ്റ്റഡി ക്യാമ്പ് ത്രൂ ചെയ്യാറ്. പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ +2 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ് സ്റ്റഡി ക്യാപ്പിൻ്റെ റോൾ എന്ന് പറയുന്നത്. കാരണം +2 കഴിയുന്ന സമയത്ത് എടുക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനത്തിനപ്പുറത്തേക്ക് അവരുടെ ടെസ്റ്റ് മനസ്സിലാക്കി ഒരു കൃത്യമായ ഡിസിഷനിലൂടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. ആ ടേണിംഗ് പോയിന്റിൽ അവരെ തെറ്റാതെ അവരെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡി ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്.